പ്രിയരെ, ഗുഡ്നസ് ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ ക്ലാസ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 26 വാക്യങ്ങളെ 3 ഭാഗങ്ങളായി തരംതിരിച്ച് കർത്താവിൻ്റെ പുരോഹിത പ്രാർത്ഥന എന്ന ടൈറ്റിലിൽ 1 മുതൽ 8 വരെയുള്ള വചനഭാഗങ്ങൾ കർത്താവ് തനിക്കു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നത് പഠനം പൂർത്തിയാക്കി. 9 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ടവരായ ശിഷ്യന്മാർക്കു വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവ് തൻ്റെ ശിഷ്യ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നത്. ആ പ്രാർത്ഥനയുടെ അവസരത്തിൽ അവൻ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുകയാണെങ്കിൽ, വിശദമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ ഒരു വാക്യം പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. അത് 11-ാമത്തെ വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരമാണ് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത്: ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഈ ദൈവവചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സത്യമുണ്ട്. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രധാന വിഷയങ്ങളിലൊന്ന് അവരുടെ ഐക്യമായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഈശോയുടെ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഒന്നാമത്തേത്, ശിഷ്യന്മാരുടെ ഐക്യത്തിനു വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി, ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി, അവരുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ ഒന്നാമത്തേത് ശിഷ്യരുടെ ഐക്യത്തിനു വേണ്ടിയുള്ള കർത്താവിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ വായിച്ചു കേട്ടത്. അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ വേർപാടിനു ശേഷവും ശിഷ്യന്മാരുടെ കൂട്ടായ്മ നഷ്ടപ്പെടാതെ അവരൊന്നായിരിക്കാനുള്ള പ്രാർത്ഥന അവിടുന്ന് പിതാവിന് സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 11-ാമത്തെ വാക്യത്തിൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇപ്രകാരം അവൻ പ്രാർത്ഥിച്ചത്: ഇനിമേൽ ഞാൻ ലോകത്തിലല്ല. ഈശോ പറയാ, ഇനിമേൽ ഞാൻ ലോകത്തിലല്ല. എന്നിട്ട് അവൻ കൂട്ടിച്ചേർക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? എന്നാൽ അവർ ലോകത്തിലാണ്. ആരായി അവര്? തൻ്റെ ശിഷ്യന്മാരാണ്, തൻ്റെ പ്രിയപ്പെട്ടവരാണ്, തൻ്റെ കുടുംബാംഗങ്ങളെ പോലെ അവൻ കരുതുന്നവരാണ്. അവർ ലോകത്തിലാണ്. എന്നിട്ട് ഈശോ പറയാണ്, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഈശോ തൻ്റെ പിതാവിനോട് പറയുക, പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ സ്വർഗാരോഹണം ചെയ്ത് പിതാവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരിക. എന്നിട്ടാണ് ഈശോ പറയുന്നത് എന്ത്? ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട്, പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. എന്താ ഈശോയുടെ ആഗ്രഹം? നമ്മെപ്പോലെ എന്ന് പറയുമ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പോലെ അവർ, എൻ്റെ ശിഷ്യന്മാർ, വിശ്വാസികളുടെ ഗണം ഒന്നായിരിക്കേണ്ടതിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് പുരോഹിത പ്രാർത്ഥനയുടെ 2-ാം ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരെ കാത്തുകൊള്ളണം. എങ്ങനെയാ അവർ
ഐക്യത്തോടുകൂടെ ഒന്നായി ജീവിക്കാൻ എൻ്റെ ഈ ലോക ജീവിതത്തിന് ശേഷവും അവരൊന്നായിരിക്കണം. ഈ ആഗ്രഹത്തോടുകൂടെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവപിതാവിനോട് പറയുന്നത്, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നത് ഈ ശിഷ്യന്മാർക്ക് ഞാൻ കാണിച്ചു കൊടുത്ത കാര്യമാണ്. അതുകൊണ്ട് അവരെ ഐക്യത്തിൽ അങ്ങ് സംരക്ഷിക്കണമേ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യ സമൂഹത്തോട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുക. അതുകൊണ്ട് തന്നെയും സഹോദരീ സഹോദരങ്ങളെ മനസ്സിലാക്കുക, മിശിഹായുടെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെയും മനുഷ്യകുലത്തിൻ്റെ ഐക്യമായിരുന്നു എന്നുള്ളതാണ്. ഈ ഐക്യത്തിന് വേണ്ടിയാണ് കർത്താവ് തൻ്റെ ശിഷ്യ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരാരും വിഭജിക്കപ്പെട്ടു പോകരുത്. അവരാരും ഗ്രൂപ്പിസങ്ങൾക്ക് അടിമപ്പെട്ട് വിഭാഗീയതകളിലൂടെ ഛിദ്രശക്തികളുടെ കൈകളിലേക്ക് പെട്ടുപോകരുത്. ഒരുമിപ്പിക്കുന്ന ആത്മാവാണല്ലോ കർത്താവ് നമുക്ക് നൽകിയിട്ട് പോയ അന്ത്യസമ്മാനമായ പരിശുദ്ധാത്മാവ്. കാൽവരി കുരിശിൽ തന്നെയും അവൻ സമർപ്പിച്ചു തൻ്റെ ആത്മാവിനെ. കുത്തി തുറക്കപ്പെട്ട അവൻ്റെ പാർശ്വത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ ജലം പ്രവഹിക്കുന്നുണ്ട്. ഉദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് ഈശോ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇപ്രകാരം ഒന്നിപ്പിക്കുന്ന ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് നൽകിയിട്ട് പോയത്. ഈ ആത്മീയ ജീവിതം നയിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഒക്കെ ഐക്യത്തിൽ ജീവിക്കാൻ ഇടയാകുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈശോയെ വധിക്കാൻ യഹൂദരുടെ ആലോചനാ സംഘം തീരുമാനം എടുത്തപ്പോൾ പ്രവചന രൂപേണ പ്രധാന ആചാര്യൻ പറഞ്ഞ വാക്കുകളിൽ ഈ ലക്ഷ്യം വ്യക്തമാണ്. എന്താ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 51-52 വാക്യങ്ങളിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജനത്തിനു വേണ്ടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും അവൻ്റെ മരണം ആവശ്യമായി തീർന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഐക്യം എല്ലായിടങ്ങളിലും ആവശ്യമാണ്. അത് കുടുംബങ്ങളിലാകട്ടെ, അയൽപക്ക ബന്ധങ്ങളിലാകട്ടെ, സമൂഹങ്ങളിലാകട്ടെ, ഇടവകകളിലാകട്ടെ, രൂപതാ സമൂഹങ്ങളിലാകട്ടെ, സംസ്ഥാനത്തോ രാജ്യത്തോ ഭൂഖണ്ഡങ്ങളിലോ, ഈ ലോകം മുഴുവൻ സമാധാനത്തിലും സന്തോഷത്തിലും ഐക്യത്തിലുമാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന വലിയ തുകകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെയും ആരൊക്കെയാണോ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കാനുള്ള റിസോഴ്സസ്, സമ്പത്ത് നമ്മുടെ രാജ്യത്തുണ്ടാകുമായിരുന്നു. എന്നാൽ പലപ്പോഴും നമുക്കതിന് സാധിക്കാതെ വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? സമ്പത്തിൽ വലിയൊരു ഭാഗം സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിക്കപ്പെടുന്നത് എന്ന കാരണത്താലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിലായിരിക്കുവോളം കാലം ഈ കൂട്ടായ്മയും ഐക്യവും നിലനിർത്തുക ദുഷ്കരമാണെങ്കിലും അതിനു വേണ്ടിയുള്ള പ്രയത്നം ഒരിക്കലും അവസാനിപ്പിക്കരുത്. കാരണം ദൈവമക്കൾ കടുത്ത കൂട്ടായ്മയ്ക്കെതിരെ പൈശാചിക ശക്തികൾ പ്രബലപ്പെടാനുള്ള സാധ്യതകൾ ഏറെയുണ്ടെന്ന് തിരിച്ചറിയുക. പൈശാചിക ശക്തി ഇന്നേറെ പ്രബലപ്പെട്ടിട്ടുണ്ട്. അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. പലതരത്തിൽ നമ്മളെ വിഭജിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും എപ്രകാരമാണ് ഐക്യത്തോടുകൂടെ ജീവിക്കേണ്ടത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ബോധപൂർവമായ പരിശ്രമം നടത്തേണ്ടതും ആവശ്യമാണ് എന്ന് ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവവചനത്തിൻ്റെ വ്യാഖ്യാന ഭാഗമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു ഉദാഹരണം പറയാം. യൂദാസിൻ്റെ സ്ഥിതിവിശേഷം എന്തായിരുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവനും മറ്റ് 12 ശിഷ്യന്മാരെ പോലെ തന്നെ വിളിക്കപ്പെട്ടവനാ. ശിഷ്യന്മാരുടെ കൂട്ടായ്മ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി യേശു എത്രമാത്രം പരിശ്രമിച്ചു എങ്കിലും അതിലൊരാൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ കൂട്ടായ്മയ്ക്ക് ഭംഗം വന്നില്ലേ? ഇവിടെ യൂദാസിനെ പരാമർശിച്ചുകൊണ്ട് ഈശോ പറയുന്നൊരു വാക്യമുണ്ടേ.
17-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണത്. നമ്മൾ വായിച്ച് കേട്ട തിരുവചന ഭാഗം വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ വചനം നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിലും ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിലാരും നഷ്ടപ്പെട്ടിട്ടില്ല. നാശത്തിൻ്റെ പുത്രൻ, വിഭാഗീയത ഉണ്ടാക്കുന്നവൻ, വിഭജിക്കുന്നവൻ, സമൂഹത്തിൻ്റെ ഐക്യമില്ലാതാക്കുന്നവൻ നാശത്തിൻ്റെ പുത്രനാണ് എന്നാണ് കർത്താവ് വിളിക്കുന്നത്. യൂദാസ്കറിയോത്തായെ പോലെ നാശത്തിൻ്റെ പുത്രിമാരാകാൻ വേണ്ടിയിട്ടല്ല ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത്. മറിച്ച് ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ട് ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോഴാണ് നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത് എന്ന് തിരിച്ചറിയുക. സഹോദരങ്ങളെ, ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ നിന്നും വിട്ടുപോയത് കൊണ്ടാണ് നാശത്തിൻ്റെ പുത്രൻ എന്ന് യൂദാസിനെ വിശേഷിപ്പിക്കേണ്ടി വന്നത്. ഇതൊരു കുപ്രസിദ്ധിയല്ലേ? ഈ പരാമർശം അവൻ്റെ നിത്യനാശത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ നിത്യനാശത്തിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താണെന്നറിയാവോ? ഐക്യവും കൂട്ടായ്മയുമാണ് ജീവനിലേക്കും രക്ഷയിലേക്കും നമ്മെ നയിക്കുന്നത്. ജീവനിലേക്കും രക്ഷയിലേക്കും നമ്മെ നയിക്കുന്നത് ഐക്യവും കൂട്ടായ്മയുമാണെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്നത് വഴിയായി നമ്മൾ നിത്യനാശത്തിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. യൂദാസിനെ പോലെ ആയിത്തീരും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് കർത്താവ് പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശവും മറ്റൊന്നല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഐക്യം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എന്ന് ഈശോ തന്നെയും തൻ്റെ വാക്കുകളിലൂടെ ശിഷ്യ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. യൂദാസ് പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ടതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ നിന്നും വിട്ടുപോയത് എന്ന് യോഹന്നാൻ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ കൃത്യമായി തന്നെയും അങ്ങനൊരു വചനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ വചനം നിങ്ങൾക്ക് സ്ക്രീനിലും കാണാൻ പറ്റും. ആ വചനം ഇപ്രകാരമാണ്: അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഇതാരെക്കുറിച്ചാണെന്നറിയാവോ? കർത്താവ് പേര് വിളിച്ച് കൂടെ കൊണ്ട് നടന്ന് 3 വർഷം പോറ്റിയ, കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കേട്ട, കർത്താവ് ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളും കണ്ട യൂദാസ്കറിയോത്തായെക്കുറിച്ചാണ് ഈ വചനം. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുന്ന യാഥാർത്ഥ്യം എന്താ? അപ്പക്കഷ്ണം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അന്ത്യ അത്താഴ സമയത്ത് മറ്റ് 11 ശിഷ്യന്മാരെയും പോലെ യൂദാസ്കറിയോത്തായും കർത്താവിനോടൊപ്പം ഇരുന്നു. അവൻ അപ്പമെടുത്തു, വാഴ്ത്തി വിഭജിച്ച് ആശീർവദിച്ച് മുറിച്ച് ഒരു കഷ്ണം എടുത്ത് അത് യൂദാസിനും കൊടുത്തു. യൂദാസ് ആ അപ്പം സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ അവനിൽ പിശാച് പ്രവേശിച്ചു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? അവൻ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. എന്ത്? ഗുരുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള എല്ലാ പദ്ധതികളും അവൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സ് വിഭജിക്കപ്പെട്ടു പോയാൽ, ഐക്യത്തിൻ്റെ നന്മ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിശാച് നമ്മിൽ കയറിക്കൂടും. വിഭാഗീയത വളർത്തുന്നവരെ, പൈശാചിക ശക്തിയാണ് നിങ്ങളിൽ കുടികൊള്ളുന്നത് എന്ന് നാഥാൻ പ്രവാചകനെ പോലെ മുഖത്തു നോക്കി വിളിച്ചു പറയണം: ആ മനുഷ്യൻ നീ തന്നെ. മറ്റുള്ളവരിൽ അന്ധചിത്രം വളർത്താൻ വേണ്ടിയിട്ട്, വിഭാഗീയത വളർത്താൻ വേണ്ടിയിട്ട് കുടിലതന്ത്രങ്ങളുമായി ആരെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ നീ തന്നെ. പിശാച് നിന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരീ സഹോദരങ്ങളെ ഓർക്കുക, കൂട്ടായ്മയ്ക്കെതിരായ പൈശാചിക സ്വാധീനം യൂദാസിൽ പ്രവർത്തിച്ചത് വിശ്വാസമില്ലായ്മയിലൂടെയും ദ്രവ്യാഗ്രഹത്തിൻ്റെയും രൂപത്തിലായിരുന്നു. 2 കാരണങ്ങളാണ് ബൈബിൾ പണ്ഡിതന്മാർ യൂദാസിൻ്റെ വീഴ്ചയെക്കുറിച്ച്, ഐക്യം തകർത്തതിനെക്കുറിച്ച് പറയുന്നു. ഒന്നാമത്തത് വിശ്വാസമില്ലായ്മ.
ഈശോയുടെ കൂടെ നടന്നിട്ടും യൂദാസിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അവിശ്വാസികളായി ജീവിക്കുമ്പോൾ നീ തിരിച്ചറിയുക, കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ നീ പരിശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? അതോടൊപ്പം തന്നെയും നീ തിരിച്ചറിയുക, ദ്രവ്യാഗ്രഹം കൂട്ടായ്മയെ തളർത്തു കളയാൻ തക്കവിധം പൈശാചിക അരൂപി നിന്നിൽ നിറയ്ക്കുന്നു എന്ന് മനസ്സിലാക്കുക. ദ്രവ്യാഗ്രഹം ഉപേക്ഷിച്ച് വിശ്വാസത്തിലേക്ക് നീ കടന്നു വരുന്നത് വഴിയായി ഐക്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കും എന്ന് തിരിച്ചറിയുക. ഇതാണ് ദൈവമായ കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന കാര്യം. ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണ വേളയിൽ ഈശോ യൂദാസിനെ പറ്റി തന്നെ പറയുന്നുണ്ടല്ലോ. 6-ാം അധ്യായത്തിൻ്റെ 64-ാം തിരുവചനത്തിലാണ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം, ദീർഘമായ പ്രഭാഷണം നടത്തിയിട്ട് ഈശോ പറയുന്ന വചനം 64 സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാം. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. ഈശോ അറിയാതെ സംഭവിച്ചതല്ല കേട്ടോ. പ്രിയ കുഞ്ഞേ, നിന്നെക്കുറിച്ച് അടിമുടി മുഴുവനായും അവൻ അറിയാം. യൂദാസിനെ കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൻ ശിഷ്യന്മാരുടെ സമൂഹത്തിലേക്ക് അവനെ സ്വീകരിച്ചത്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് എന്ന് യൂദാസിനെ കുറിച്ച് ഈശോ ഒരു വാണിംഗ് കൊടുത്തുകൊണ്ട് പറയാ. അവരാരാണെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണെന്നും ഈശോ ആദ്യം മുതലേ അറിഞ്ഞിരുന്നു എന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഈശോ വീണ്ടും പറയുന്നൊരു വചനമില്ലേ 6-ാമത്തെ അധ്യായത്തിൻ്റെ 70-ാമത്തെ തിരുവചനത്തിൽ യൂദാസിനെ കുറിച്ചുള്ള പരാമർശമാണ്. അവിടെ വചനം പറയാണ്, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? ഈശോ ചോദിക്കുക, നിങ്ങളെ 12 പേരെയല്ലേ ഞാൻ തിരഞ്ഞെടുത്തത്? നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. എത്രമാത്രം വേദനയോടുകൂടി ആയിരിക്കും ഈശോ ഈ വചനം പറയുന്നത്. തൻ്റെ കൂടെ വിളിച്ച് കൊണ്ടു നടക്കുന്ന ഒരുവൻ പിശാചാണ് എന്ന് ഈശോ പറയേണ്ടി വരിക. ഇത് വലിയ സങ്കടമല്ലേ ഇത്? പക്ഷേ കർത്താവ് ഒരു വാണിംഗ് കൊടുക്കുക യൂദാസിന്. യൂദാസേ, പിശാച് നിൻ്റെ ഉള്ളിൽ കയറിക്കൂടാൻ നീ അനുവദിക്കരുത് കേട്ടോ. ഐക്യത്തിൻ്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. ദ്രവ്യാസക്തിക്ക് നീ അടിമപ്പെട്ടു പോകരുത് കേട്ടോ എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തല്ലേ. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, തൈലാഭിഷേക വേളയിൽ യൂദാസ് നടത്തിയ ഒരു പ്രതികരണത്തെപ്പറ്റി യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്ന മനോഹരമായ ഒരു വാക്കില്ലേ, സ്ക്രീനിൽ നിങ്ങൾ നോക്കിക്കേ. യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനമാണ്. വചനത്തിൽ യോഹന്നാൻ പറയാണ്, അവൻ എന്ന് പറഞ്ഞാൽ യൂദാസ്. ഇത് പറഞ്ഞത് യൂദാസിന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ യൂദാസ് കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിൽ, യൂദാസിൻ്റെ കയ്യിൽ ആയിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ യൂദാസ് എടുത്തിരുന്നത് കൊണ്ടുമാണ് എന്നല്ലേ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂടെ നടന്ന യോഹന്നാൻ ശ്ലീഹായ്ക്കും യൂദാസിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു, ബോധ്യമുണ്ടായിരുന്നു. യോഹന്നാൻ ശ്ലീഹ 3 വർഷക്കാലം യൂദാസിനോടൊപ്പം കർത്താവിൻ്റെ പുറകെ നടന്നവനാ. തൻ്റെ സഹോദരനായ മറ്റൊരു ശിഷ്യനെ കുറിച്ച് യോഹന്നാൻ ഇപ്രകാരം എഴുതി വെക്കാൻ കാരണം എന്താ? യോഹന്നാന് മനസ്സിലായി, യൂദാസിൻ്റെ ഉള്ളിൽ പിശാച് കയറി കൂടിയിട്ടുണ്ട്. അവന് വിശ്വാസമില്ല, അവന് ദ്രവ്യാഗ്രഹമുണ്ട്, അവൻ ഐക്യം നഷ്ടപ്പെടുന്ന പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ന് കൃത്യതയോടുകൂടെ തന്നെ യോഹന്നാന് മനസ്സിലായി. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ അപ്രകാരം വചനം എഴുതി വച്ചിരിക്കുന്നത്. യൂദാസ് ഇത് പറഞ്ഞത് യൂദാസിന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, മറിച്ച് യൂദാസ് കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി യൂദാസിൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്നും യൂദാസ് എടുത്തിരുന്നത് കൊണ്ടുമാണ് എന്ന് ആവർത്തിച്ച് പറയാണ് യോഹന്നാൻ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ വിശ്വാസമില്ലായ്മ, ദ്രവ്യാഗ്രഹം തുടങ്ങിയ മാനുഷിക ബലഹീനതകൾക്ക് അടിമപ്പെട്ട് കൂട്ടായ്മ നഷ്ടപ്പെടുത്താനുള്ള സാധ്യത വിശ്വാസികളിൽ എല്ലാവരിലും ഉണ്ട്. ഇതൊരു പ്രലോഭനമായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടായ്മ നിലനിർത്തുന്നതിന് ദൈവികമായ സംരക്ഷണത്തിനായി ഈശോ പ്രാർത്ഥിക്കുകയാണ്. കൂട്ടായ്മ നിലനിൽക്കാൻ
ദൈവത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണ് എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങൾ ഐക്യത്തിൽ ജീവിക്കണം, ദൈവികമായ സംരക്ഷണ വലയത്തിലായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, തിരിച്ചറിയുക, കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടിയിട്ടും ദൈവിക സംരക്ഷണത്തോടുകൂടെയും ജീവിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോൾ യൂദാസിൻ്റെ പ്രവൃത്തി വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടിയാണ് എന്ന് ഈശോ എടുത്തു പറയുന്നുണ്ട്. യൂദാസ് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തത് വിശുദ്ധ ലിഖിതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇതെല്ലാം ആവശ്യമായിരുന്നു എന്നും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഉൾപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നും ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലോകത്തിൽ പാപമില്ലായിരുന്നെങ്കിൽ രക്ഷയുടെ ആവശ്യം തന്നെയും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? എന്ന് പറഞ്ഞാൽ രക്ഷകനെ നേടിത്തന്ന ഭാഗ്യപ്പെട്ട പാപമെന്നാണ് വിശുദ്ധ ആഗസ്തീനോസ് പാപത്തെ വിളിക്കുന്നത്. രക്ഷകനെ നമുക്ക് നേടിത്തരാൻ പാപം ആവശ്യമായിരുന്നു എന്ന് പറയുക. വിശുദ്ധ ആഗസ്തീനോസിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് അപ്രകാരം ഒരു വാക്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. കാരണം ദൈവികമായ സംരക്ഷണവും കൃപയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ തടസ്സം നിൽക്കുന്ന വിഭജനങ്ങൾ, വിഭാഗീയതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഐക്യപ്പെടാനും ദൈവികമായ സംരക്ഷണത്തിന് വേണ്ടിയും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഈ പ്രാർത്ഥന വഴിയായിട്ടാണ് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത്, ഐക്യത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് എന്ന് തിരിച്ചറിയുക. 12 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ദൈവിക സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈശോ നടത്തുന്നത്. ഇനിമേൽ ഈശോ ലോകത്തിലല്ലാത്തതിനാലും ശിഷ്യന്മാർ ലോകത്തിലായിരിക്കുന്നതിനാലുമാണ് ദൈവിക സംരക്ഷണത്തിനായി ഈശോ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് ഇത്രയും കാലം അവരോടൊപ്പമായിരുന്നു കൊണ്ട് ഈശോ തന്നെയും അവർക്ക് ഒരു സംരക്ഷണ കവചമൊരുക്കിയിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, പ്രാപ്പിടിയന്മാർ പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വേണ്ടി വട്ടമിട്ട് പറന്നു വരുമ്പോൾ ഒരു തള്ളക്കോഴി ചിറകു വിരിച്ച് കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ഇരുത്തുന്നത് പോലെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ അവരുടെ മുമ്പിൽ നിന്നും പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈശോ അവർക്ക് വേണ്ടി സംരക്ഷണം, ദൈവിക സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും ശിഷ്യന്മാരും അവരുടെ തുടർച്ചയായ സഭയും ലോകത്തിലും ലോകത്തിനു വേണ്ടിയുമാണ്, എന്നാൽ ലോകത്തിൻ്റെതല്ല എന്ന കാരണത്താൽ ലോകത്തിൽ നിന്നും അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണമെന്നാണ് ഈശോ പ്രാർത്ഥിച്ചത്. 17-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യവും ഇതുതന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ലോകത്തിൽ നിന്നും അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. സഹോദരങ്ങളെ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റേതാകാനുള്ള പ്രവണത ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്, അല്ലേ? ലോകത്തിനടുത്ത് ദുരാശകൾക്ക് അടിമപ്പെട്ട് ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യത നമ്മുടെ മുൻപിൽ ഏറെ ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ സ്നേഹവും ലോകത്തിൻ്റെ സ്നേഹവും ഒരുമിച്ച് പോകുന്നതല്ല എന്ന് തിരിച്ചറിയുക. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം തിരുവചനമാണ് ഇവിടെ ഞാൻ കോട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. സ്ക്രീനിലും നിങ്ങൾക്ക് ആ വചനം കാണാനായി സാധിക്കും. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് കാറ്റഗോറിക്കലായിട്ട് പറയാം. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോടുള്ള മമത ദൈവത്തോടുള്ള വെറുപ്പായി മാറാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെയും നമ്മളെല്ലാവരും ദൈവികമായ കൃപാവരം സ്വീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈ മാനുഷിക ബലഹീനതയെ ചൂഷണം ചെയ്യുവാൻ പൈശാചിക ശക്തികൾ ലോകത്തിൽ പ്രവർത്തനക്ഷമമാണ്. ഈശോയുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട 3 പ്രലോഭനങ്ങൾ ഇതിനെ ഉദാഹരിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ 3 വശങ്ങളാണ് കർത്താവ് നേരിട്ട 3 പ്രലോഭനങ്ങൾ. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 16-ാം തിരുവചനത്തിലാണ് ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത എന്നിവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അവയെ അതിജീവിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ അരൂപി ഈശോയോട് ഒത്തുണ്ടായിരുന്നു. അരൂപിയാൽ നയിക്കപ്പെട്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ഈശോ മരുഭൂമിയിലേക്ക് പോയി എന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസികൾ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം അരൂപിയാൽ നയിക്കപ്പെട്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ദൈവത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെട്ട് ഈ ലോകത്തിൻ്റെ സ്നേഹത്തിന് അടിമപ്പെടാനുള്ള പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവസ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെതല്ലാതായിരിക്കുവാൻ ശിഷ്യന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ദൈവികമായ സംരക്ഷണം നൽകണമേ എന്ന് ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചത്. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ദൈവികമായ സംരക്ഷണമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.